പൂപ്പാറയിൽ പുറമ്പോക്ക് ഭൂമിയിലുള്ള വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും ഉൾപ്പെടെ 56 കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുവാനൊരുങ്ങി നാട്ടുകാർ. തലമുറകളായി ഇവിടെ താമസിക്കുന്ന നിരവധി കുടുംബങ്ങളെ കോടതി വിധി പ്രതികൂലമായി ബാധിക്കും. പൂപ്പാറ ആക്ഷൻ കൗൺസിൽ കോടതിയിൽ നൽകിയ അപ്പീൽ ഈ മാസം 6-ന് പരിഗണിക്കും. പൂപ്പാറ ടൗണിന് സമീപം പന്നിയാർപ്പുഴയുടെ തീരത്ത് പട്ടയമില്ലാത്ത ഭൂമിയിൽ നിർമ്മിച്ച 2 കെട്ടിടങ്ങൾ ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് 2022-ൽ BJP പ്രാദേശിക നേതൃത്വം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ പൂപ്പാറയിൽ പുറമ്പോക്ക് ഭൂമിയിൽ മറ്റു കെട്ടിടങ്ങളും വീടുകളും ഉണ്ടെന്ന് ഈ 2 സ്വകാര്യ വ്യക്തികൾ കോടതിയെ അറിയിച്ചു. തുടർന്ന് പുറമ്പോക്ക് ഭൂമിയിലെ നിർമ്മാണങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാൻ കോടതി ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തിലാണ് പുറമ്പോക്ക് ഭൂമിയിൽ നിർമ്മിച്ചിരിക്കുന്ന 56 കെട്ടിടങ്ങളെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത്. തുടർന്ന് ഈ കയ്യേറ്റങ്ങൾ 6 ആഴ്ചയ്ക്കുള്ളിൽ ഒഴിപ്പിക്കാൻ കഴിഞ്ഞ 17-ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിടുകയായിരുന്നു. വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ്. കാരണം വേറെ ഒന്നുമല്ല, വർഷങ്ങളായിട്ട് തലമുറകളായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന ഈ കെട്ടിടങ്ങളും താമസിച്ചുകൊണ്ടിരുന്ന ജനങ്ങൾ വഴിയാധാരമാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം ഇത് ജില്ലയെ മാത്രമല്ല കേരളത്തെ മൊത്തം ബാധിക്കുന്ന ഒരു വിഷയം തന്നെ വിധിയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്, ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം ഇത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കോടതിയെ കപട പരിസ്ഥിതിവാദികൾ ഈ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ വിധി സമ്പാദിച്ചിരിക്കുന്നത്. ഇതിനെതിരെ ജനകീയ പ്രക്ഷോഭങ്ങളും മർച്ചന്റ് അസോസിയേഷൻ യൂത്ത് വിങ് പൂപ്പാറ യൂണിറ്റിൻ്റെ എല്ലാവിധ പിന്തുണയും ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നതാണ്. ഇതിൽ ജനങ്ങളെ ഇറക്കിവിടാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ശക്തി ശ്രമിച്ചാൽ പോലും കോടതിയെ തെറ്റിദ്ധാരണ മാറ്റിക്കൊണ്ട് നിയമപരമായിട്ടും ഇതിനെ നേരിടുമെന്ന് ബഹുമാനപ്പെട്ട ഈ കോടതിയുടെ ഈ വിധിയെ പുനഃപരിശോധിക്കണമെന്നും യൂത്ത് വിങ് പൂപ്പാറ യൂണിറ്റ് ശക്തമായി ആവശ്യപ്പെടുകയാണ്. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ആവശ്യമെങ്കിൽ പോലീസിന്റെ സഹായം ലഭ്യമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതേസമയം ആക്ഷൻ കൗൺസിൽ കോടതിയിൽ സമർപ്പിച്ച അപ്പീൽ അടുത്ത ചൊവ്വാഴ്ച പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.